ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ചാന്ദ്രദിന ക്വിസാണ്. നമുക്കറിയാം ജൂലൈ 21 ചാന്ദ്രദിനമാണല്ലേ. അപ്പോൾ അന്നേ ദിവസം നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. നമ്മൾ ഓൾറെഡി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായും കാണേണ്ടതാണ്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അതൊന്നും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്ന് ബെല്ലൈക്കണും ചെയ്തു വെച്ചോളൂ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് കറക്റ്റായി എത്തുകയുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ്. രണ്ടാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഏജൻസി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഏജൻസി ഏതാണ്? ഉത്തരം ISRO. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഏജൻസിയാണ് ISRO. ISRO സ്ഥാപിതമായത് എന്നാണ്? ISRO സ്ഥാപിതമായത് എന്നാണ്? ഉത്തരം 1969 ഓഗസ്റ്റ് 15. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഏജൻസിയാണ് ISRO. ISRO സ്ഥാപിതമായിരിക്കുന്നത് 1969 ഓഗസ്റ്റ് 15 ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ISROയുടെ ആദ്യ ചെയർമാൻ ആരാണ്? ISROയുടെ ആദ്യ ചെയർമാൻ ആരാണ്? ഉത്തരം വിക്രം സാരാഭായ്. ISROയുടെ ആദ്യ ചെയർമാനാണ് വിക്രം സാരാഭായ്. അതുപോലെ തന്നെ വിക്രം സാരാഭായ് ഉത്തരം വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ഏതാണ്? ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഓക്കെ, അപ്പോൾ 2 ചോദ്യം ഒരു ഉത്തരം അല്ലേ. ഏതാണ്? ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവാണ് വിക്രം സാരാഭായ്. അതോടൊപ്പം തന്നെ ISROയുടെ ആദ്യ ചെയർമാൻ കൂടെയാണ് വിക്രം സാരാഭായ്. ഓക്കെ ആണല്ലോ, പഠിച്ചില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഉത്തരം തുമ്പ. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ആരാണ്? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. അപ്പോൾ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഉത്തരം വരുന്നത് ശ്രീഹരിക്കോട്ട. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം വരുന്നത് ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖമെന്ന് അറിയപ്പെടുന്നത്. ശ്രീഹരിക്കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? ഉത്തരം രോഹിണി. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് രോഹിണി. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം
ആപ്പിൾ. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2008. 2008 ഒക്ടോബർ 22-നാണ് ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതെന്നാണ് 2008 ഒക്ടോബർ 22-ന്. അടുത്ത ചോദ്യം. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരാണ്? ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം G. മാധവൻ നായർ. അപ്പോൾ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതെന്നാണ് 2008 ഒക്ടോബർ 22-ന്. അന്നത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? G. മാധവൻ നായർ. ഓക്കെ, അടുത്ത ചോദ്യം. ചന്ദ്രയാൻ 1-ന്റെ ഏറ്റവും വലിയ ചരിത്രപരമായ കണ്ടെത്തൽ എന്തായിരുന്നു? ചന്ദ്രയാൻ 1-ന്റെ ഏറ്റവും ചരിത്രപരമായ കണ്ടെത്തൽ എന്തായിരുന്നു? ഉത്തരം ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തി. ശ്രദ്ധിക്കുക, ചന്ദ്രയാൻ 1-ന്റെ ഏറ്റവും വലിയ ചരിത്രപരമായ കണ്ടെത്തലായിരുന്നു ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയത്. ഓക്കെ ആണോ? ചന്ദ്രനിൽ ജലസാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 1. ഓക്കെ ആണേ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതികൾക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതികൾക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം AB വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയി ആണ് ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതികൾക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതികൾക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കോളൂ. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2019 ജൂലൈ 22. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചതെന്നാണ് 2019-ലാണ്. ജൂലൈ 22-ലാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം. ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം K. ശിവൻ. ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആയിരുന്നത് K. ശിവനാണ്. അടുത്ത ചോദ്യം. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2023 ജൂലൈ 14-ന്. അപ്പോൾ 2023 ജൂലൈ 14-ലാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം ഇതാണ്. ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത ചന്ദ്രനിലെ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത ചന്ദ്രനിലെ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ശിവശക്തി പോയിന്റ്. അപ്പോൾ ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത ചന്ദ്രനിലെ ആ സ്ഥലത്തിൻ്റെ പേര് അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ്. അടുത്ത ചോദ്യം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം S. സോമനാഥ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച സമയത്ത് ISRO ചെയർമാൻ ആയിരുന്നത് S. സോമനാഥാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേക്ഷണ ദൗത്യം ഏതാണ്? ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേക്ഷണ ദൗത്യം ഏതാണ്? ഉത്തരം മംഗൾയാൻ. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേക്ഷണ ദൗത്യമാണ് മംഗൾയാൻ. ഓക്കെ, അടുത്തത്.
ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചൊവ്വാ ദൗത്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചൊവ്വാ ദൗത്യം ഏതാണ്? ഉത്തരം വരുന്നത് മംഗൾയാൻ. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ പര്യവേക്ഷണ ദൗത്യമായ മംഗൾയാനാണ് ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചൊവ്വാ ദൗത്യം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചൊവ്വാ പര്യവേക്ഷണ ദൗത്യം വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ചൊവ്വാ പര്യവേക്ഷണ ദൗത്യം വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് ഇന്ത്യ. ചൊവ്വാ പര്യവേക്ഷണ ദൗത്യം വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ചൊവ്വാ പര്യവേക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മംഗൾയാൻ എന്ന പേരിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ചാന്ദ്രദിന ക്യൂസാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഒരു വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ നോക്കിക്കോളൂ, ഇനി നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് തരാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഉത്തരം അറിയാവുന്നവരെന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തിക്കോളൂ. നമുക്ക് നോക്കാം ആർക്കൊക്കെ ഇതിൻ്റെ ഉത്തരം അറിയാമെന്ന്, ആരൊക്കെ ക്ലാസ് നന്നായി ശ്രദ്ധിച്ചു എന്നും നമുക്കറിയാം. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യമാണ്, അറിയാത്തവർ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എന്തായാലും ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.